ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ബയോഡൈവേഴ്സിറ്റിയുടെ ആ മൊഡ്യൂളിൽ തന്നെയുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വൈൽഡ് ലൈഫാണ് നോക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് ആൻഡ് കൺസർവേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, കുറച്ചൊരു കാട്, കുറച്ച് ഫ്ലോറയും ഫോണയൊക്കെ പ്രസൻ്റ് ആയ ഒരു സ്ഥലം എന്നാണ്. പക്ഷേ ഒരു വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോബൽ, പ്ലാന്റ്, ആനിമൽ പോപ്പുലേഷൻ ഇതിൻ്റെയൊക്കെ കൂടിയുള്ള ഒരു എന്താ പറയുക, എല്ലാം വേണം. മൈക്രോബിൽ വേണം, പ്ലാന്റ് വേണം, ആനിമൽ വേണം ഒക്കെ. പക്ഷെ എന്തായിരിക്കണം, അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിലാകുമ്പോഴാണ് എന്താവുന്നത്, ഒരു വൈൽഡ് ലൈഫ് ആവുന്നത്. എങ്ങനെയാണ് മൈക്രോബിയൽ മൈക്രോബ്സ്, പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ കാണുമ്പോഴാണ് നമ്മൾ അതിനെ വൈൽഡ് ലൈഫ് എന്ന് വിളിക്കുന്നത്. ഇതിലൊരിക്കലും ഈ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മളായിട്ട് വളർത്തുന്നവരോ ഈ ഒരു വൈൽഡ് ലൈഫിൽ പെടില്ല. ഇനി എന്തൊക്കെയാണ് വൈൽഡ് ലൈഫിന് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് അടുത്ത നോക്കേണ്ടത്. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് നമുക്കാണല്ലോ. എസ്പെഷ്യലി ആർക്കാണ് ഇമ്പോർട്ടൻറ്റ്? നമുക്കാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ഈ ഒരു വൈൽഡ് ലൈഫിൽ നിന്നാണ് എടുക്കുന്നത്. നമുക്ക് എക്കണോമിക് ആയിട്ടുള്ളതുണ്ട്, മെഡിസിനൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ 5 പോയിൻറ്റ്സാണ് പറയാനുള്ളത്. ആദ്യത്തത്, മൈക്രോ ഓർഗാനിസം സെർവ് ആസ് ഡീകമ്പോസേഴ്സ് ആൻഡ് ബൈ എനേബിൾ റീസൈക്ലിംഗ് ഓഫ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓർ ന്യൂട്രിയൻസ് ഇൻ ദ ബയോസ്ഫിയർ. അപ്പം ആദ്യത്തെ പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ, ഈ മൈക്രോ ഓർഗാനിസം എന്താണ്, ഒരു ഡീകമ്പോസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ അത് എന്തിനു സഹായിക്കും? ഈ ഒരു എന്താ പറയുക, എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻസിൻ്റെ റീസൈക്ലിങ്ങിന് സഹായിക്കും. ഇപ്പം ഡീക്കേയിങ് മെറ്റീരിയലിൽ നിന്ന് അതിനെ ഡീകമ്പോസ് ചെയ്തിട്ട് എന്താ പറയുക, ന്യൂട്രിയൻസിനൊക്കെ മണ്ണിലേക്ക് ചേർക്കുന്നത് ആരാണ്? ഈ ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ. പിന്നെ ഇതിനെ കൊണ്ട് മറ്റ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. റെറ്റിംഗ് ഓഫ് ഹസ്ക്, ഫ്ലാക്സ്, ഹെംപ്, അങ്ങനത്തെ നമ്മൾ കയറ് വിരിക്കുന്ന സമയത്ത് അതിനെങ്ങനെ എന്താ പറയുക, ചെയ്യാൻ വേണ്ടി നിൽക്കില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ടൊബാക്കോനെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എന്താ പറയുക, ആൽക്കഹോൾ, വിനീഗറിൻ്റെ ഒക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കും. അങ്ങനത്തെ കുറേ എന്താ പറയുക ഉപകാരങ്ങൾ ഇതിനെ കൊണ്ടുണ്ട്, മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ടുണ്ട്. ഇനി വൈൽഡ് സ്പീഷ്യസ് ആൻഡ് പോപ്പുലേഷൻ ഇൻട്രാക്ട് ത്രൂ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്സ്. അപ്പോൾ ഫുഡ് ചെയിനും ഫുഡ് വെബും വഴിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഒരു സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, നാച്ചുറൽ എക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ വൈൽഡ് ലൈഫ് മെയിൻറ്റെയിൻ ലൈഫ് സപ്പോർട്ടിംഗ് ഓഫ് നാച്ചുറൽ സിസ്റ്റം ആൻഡ് എൻഷ്യൂർ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ബയോ. പിന്നെ വൈൽഡ് ലൈഫ് പ്രസൻറ്റ് ആയതുകൊണ്ടാണ് അത് നാച്ചുറൽ സിസ്റ്റത്തിൻ്റെ ആ ഒരു ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. മീൻസ് ഇതുണ്ടെങ്കിലേ നമുക്ക് ഓക്സിജൻ കിട്ടുള്ളൂ, മഴ കിട്ടുള്ളൂ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ വൈൽഡ് ലൈഫ് പ്രോപ്പർ ആയിരിക്കണം. അങ്ങനെ വൈൽഡ് ലൈഫ് പ്രോപ്പർ ആയാലേ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ബയോട്ടിക് റിസോഴ്സിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാനും പറ്റുള്ളൂ. പിന്നെ വൈൽഡ് ലൈഫ് എന്തായിട്ട് ആക്ട് ചെയ്യും? ജീൻ ബാഗായിട്ട് ആക്ട് ചെയ്യും. ഇപ്പം അഗ്രികൾച്ചറിലെ പല ബ്രീഡിങ് പ്രോഗ്രാംസിന്, അഗ്രികൾച്ചർ മാത്രമല്ല ഹോർട്ടിക്കൾച്ചർ നോക്കുകയാണെങ്കിലും പല ബ്രീഡിങ് പ്രോഗ്രാംസിനും ഈ വൈൽഡ് ലൈഫിലുള്ള ജീൻ എടുത്തിട്ട് വേണ്ടി വരും. നമ്മൾ ഇതിലേക്ക് ചിലപ്പം നമ്മളിപ്പം ഇവിടെയുള്ള പ്ലാന്റിന് ഇപ്പോൾ അസുഖത്തിനോട് റെസിസ്റ്റൻ്റ് അല്ല എന്ന് വിചാരിക്കുക. പക്ഷെ വൈൽഡിലുള്ള പ്ലാന്റ്, മീൻസ് അതിൻ്റെ ഹാബിറ്ററ്റിലുള്ള പ്ലാന്റ് ചിലപ്പം ആ ഒരു അസുഖത്തിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ജീൻ ഇതിനോട് കമ്പൈൻ ചെയ്തിട്ട്, ബയോടെക്നോളജി ഒക്കെ ഇല്ലേ, അങ്ങനെ ഇതിൻ്റെ ജീൻ ഇതിനോട് കമ്പൈൻ ചെയ്തിട്ട് നമുക്കതിനെ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടും കോൾഡ് റെസിസ്റ്റൻ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പല വൈൽഡ് ആനിമൽസിനെയും ഉപയോഗിച്ച് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നുണ്ട്. അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ജനറ്റിക് എന്താ പറയുക, ജനറ്റിക് സ്റ്റഡീസ് എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു ജനറ്റിക് മേക്കപ്പ് എങ്ങനെയാണെന്നും, അതേപോലെ തന്നെ പലതരത്തിലുള്ള മെഡിക്കൽ റിസർച്ചസും നടത്തുന്നുണ്ട്. ഇതൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്ത പോയിൻറ്റ്സ് ആണ്, അതുകൊണ്ടാണ് പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റാത്തത്. പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ കൺസേർവ് ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം നമുക്ക് ജീവിക്കാൻ വേണ്ട ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനും, അതേപോലെ തന്നെ ഈ എക്സ്റ്റിൻറ്റ് ആവാൻ പോകുന്ന സ്പീഷ്യസിനെയൊക്കെ നമുക്ക് ഈ ലോകത്ത് പിടിച്ചു നിർത്താനൊക്കെ വേണ്ടി ഈ വൈൽഡ് ലൈഫിനെ കൺസർവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് പറയുള്ളത്, നമ്മൾ എന്തിനു വേണ്ടി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ നടത്തണം എന്നുള്ളതാണ്. എന്തൊക്കെ റീസൺസിന് വേണ്ടി നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ നടത്തണം?
ആദ്യത്തത് മെയിൻ്റെനൻസ് ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് എക്വിലിബ്രിയം ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ദ ബാലൻസ് ഓഫ് ദി നേച്ചർ. ആദ്യം നമുക്ക് ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം അതേപോലെ തന്നെ നേച്ചറിൻ്റെ ബാലൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ബയോട്ടിക് ഓരോ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ എന്താ പറയുക നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കണമെങ്കിൽ നമ്മൾ ഈ വൈൽഡ് ലൈഫിനെ എന്താ പറയുക പിടിച്ച് നിർത്തിയേ പറ്റുള്ളൂ. പിന്നെ എക്സ്റ്റിങ്ഷനിലേക്ക് പോകുന്ന സ്പീഷീസുകളെ നമുക്ക് എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യേണ്ട. എന്തുകൊണ്ട് കൺസേർവ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെന്താ പ്രിവെൻഷൻ ഓഫ് ബ്രീഡിങ് സ്റ്റോക്ക്. ചില എന്താ പറയുക വൈൽഡ് സ്പീഷീസിൻ്റെ ബ്രീഡിങ്ങിനൊക്കെ ഇതാക്കാൻ വേണ്ടി പിടിച്ചു നിർത്തണം. പിന്നെ മെയിൻ്റെനൻസ് ഓഫ് എസെൻഷ്യൽ എക്കോളജിക്കൽ പ്രോസസ്സ്. നമുക്ക് നമ്മളെ സർവൈവലിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില എക്കോളജിക്കൽ പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി നമ്മളിതിനെ ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യണം. പിന്നെ ജീൻ പൂളും, ഒരു ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പം അതൊരു ജീൻ പൂളും ജീൻ ഡൈവേഴ്സിറ്റിയും ഒക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ നടത്തുന്ന ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ബ്രീഡിങ് പ്രോഗ്രാംസും ജനറ്റിക് മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. നമ്മൾ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തുന്നുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിനെ റീസൈക്കിൾ ചെയ്യാനും അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒരേ ലെവലിൽ തന്നെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നമുക്ക് ഈ വൈൽഡ് ലൈഫിനെ കൺസേർവ് ചെയ്യണം. അത് പലതരത്തിലുള്ള റൂറൽ കമ്മ്യൂണിറ്റീസിനെയും സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ മീൻസ് ഈ നമ്മൾ ആദിവാസികളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ വലിയ വലിയ മേജർ ഇൻഡസ്ട്രീസിന് വേണ്ട ഏറ്റവും ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു വൈൽഡ് ലൈഫിൽ നിന്ന് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ടെക്സ്റ്റ് മെറ്റീരിയൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റേതായ കുറച്ച് അടയാളപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിനെ നമ്മൾ കൺസർവേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട മെഷേഴ്സ്? ആദ്യത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ബൈ ലെജിസ്ലേഷൻ, പ്രൊഹിബിഷൻ ദെയർ ട്രാപ്പിംഗ്, പോയ്സണിങ്, ഹണ്ടിങ്, പോച്ചിങ് ആൻഡ് ക്യാപ്റ്റിവേഷൻ. നമുക്കറിയാവുന്ന കാര്യം തന്നെ, വേട്ടയാടാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ട്രാപ്പ് ചെയ്യുമല്ലോ ആനിമലിനെ, അത് ചെയ്യാൻ പാടില്ല. പിന്നെ വിഷങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യം അത് നിർത്തണം. പിന്നെ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റ്, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കാരണം ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിനെ, അത് നമ്മൾ എന്താ പറയുക കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ ഹാബിറ്റ്സ്. ക്രിട്ടിക്കൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ എന്താ പറയുക ചില ആനിമൽസിൻ്റെ ഇതിന് എന്താ പറയുക അവരുടെ ബ്രീഡിങ്ങിനും അതേപോലെ തന്നെ ചിലപ്പം അവർ ഫീഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ചില ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ നല്ല പോലെ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ അടുത്തത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രീഡിംഗ് ഫാംസ്, ബയോസ്ഫിയർ റിസർവ്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ടു പ്രൊവൈഡ് സ്യൂട്ടബിൾ ഹാബിറ്ററ്റ് ഫോർ ദ സർവൈവൽ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ത്രെറ്റൻഡ് സ്പീഷീസ്. അപ്പം ഈ ത്രെറ്റൻഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും അവരുടെ എണ്ണമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യണം? ബ്രീഡിംഗ് ഫാംസ് ക്രിയേറ്റ് ചെയ്യണം. അവർക്ക് ബ്രീഡ് ചെയ്യാനൊരു ഫാം ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ബയോസ്ഫിയർ റിസർവ്സ് ഒക്കെ കുറച്ചുകൂടി നല്ലതാണ്. കാരണം അവരെ എന്താ പറയുക അവരുടെ ഹാബിറ്ററ്റ് തന്നെ ഇതാക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഓക്കെയാണ്. അതേപോലെ തന്നെ നാഷണൽ പാർക്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാലല്ലേ അവരെ നമുക്ക് സർവൈവ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അപ്പോൾ അടുത്തത് മെയിൻറ്റെനൻസ് ഓഫ് വയബിൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. മിനിമം വയബിൾ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ നമ്പർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ അവരൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിർത്തുക എന്നുള്ളതുമാണ്. അടുത്തത് ക്യാപിറ്റീവ് ബ്രീഡിംഗ് ഓഫ് ത്രെറ്റൻഡ് സ്പീഷീസ്. ക്യാപിറ്റീവ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള റിസർവ്സോ അങ്ങനെ എന്തിലെങ്കിലും ഇവരെ എന്താ പറയുക ത്രെറ്റൻഡ് സ്പീഷീസിനെ നമ്മൾ അവരുടെ നമ്പർ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യിക്കുന്നതിനാണ് ക്യാപിറ്റീവ് ബ്രീഡിംഗ് എന്ന് പറയുക. അടുത്തത് അസിമിലേഷൻ ആൻഡ് റീ അസിമിലേഷൻ ഓഫ് ത്രെറ്റൻഡ് സ്പീഷീസ്. ഓക്കെ, അടുത്തത് അതാണ് പോയിന്റ്. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പീഷീസിനെ നമ്മളൊരു പുതിയ ക്ലൈമറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പുതിയ എൻവയോൺമെൻറ്റിലേക്കോ നമ്മൾ കൊണ്ടുപോകുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. റീ അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഴയ ഹാബിറ്ററ്റ് ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഹ്യൂമൻ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ടോ അവിടെ നിന്ന് പോയവരായിരിക്കാം.
അപ്പം അവരെ തിരിച്ച് നമ്മൾ ഒന്നെങ്കിൽ പോയവരായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് എക്സ്റ്റിൻറ്റ് ആയവരായിരിക്കാം. അവരെ നമ്മൾ അവരുടെ ഹാബിറ്ററ്റിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് റീ അസിമിലേഷൻ. അപ്പോൾ റീ അസിമിലേഷനും എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്തത് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഡിസ്ട്രക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് മോഡിഫിക്കേഷനും. അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിനെ നമ്മൾ ഇല്ലാണ്ടാക്കുന്ന പരിപാടികളൊക്കെ നിർത്തുക. നമ്മൾ മുറിച്ച് എങ്ങനെ ഫ്രാഗ്മെൻ്റ് ആക്കുക, ഡിസ്ട്രക്ഷൻ ചെയ്യുക, അതൊക്കെ നമ്മൾ നിർത്തുക. പിന്നെ അവരുടെ ഹാബിറ്ററ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഏരിയയിൽ വാട്ടർ സൈറ്റ്, വെള്ളത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനത്തെ മീൻസ് ആ ഒരു നാച്ചുറൽ ഹാബിറ്ററ്റിന് ചുറ്റുപാടുമായിട്ട് നമുക്ക് പറ്റുന്ന സൗകര്യങ്ങളൊക്കെ. പക്ഷെ അതൊരിക്കലും അവരുടെ ഹാബിറ്ററ്റിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലാവരുത് കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, മറ്റ് പുറത്തുനിന്നുള്ള എക്സോട്ടിക് സ്പീഷ്യസിനെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ നിൽക്കുക, അല്ലെങ്കിൽ അവരെ ഇൻവേഷൻ നടത്തുക. നമ്മളെ സ്പീഷ്യസിൻ്റെ ഇടയിലേക്ക് അവർ കയറാണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ചില സ്പീഷ്യസ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉള്ളതിനൊക്കെ നശിപ്പിച്ച് കളയുമല്ലോ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് ഇൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ആനിമൽസ് ഇൻ സൂസ്. എക്സിറ്റു കൺസർവേഷൻ നടത്തുക. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ സൂസിലോ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസിലോ ഒക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് അത്ര നല്ലൊരു കാര്യമല്ല, എന്നാലും എന്താ പറയുക, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ. പക്ഷെ അതൊരു ശരിയായ കാരണം നമ്മൾ അവരുടേതായ ഇതിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ചില ത്രെറ്റൻ സ്പീഷീസിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ. പ്രൊട്ടക്ഷൻ ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സീഡ് ബാങ്ക് ആൻഡ് ജീൻ ബാങ്ക്. ഈ സീഡ് ബാങ്കിൻ്റെയും ജീൻ ബാങ്കിൻ്റെയൊക്കെ ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ ഈ സീഡിനെയൊക്കെ എടുത്ത് വെക്കും. എന്നിട്ടും ആവശ്യം വരുന്നവരെ നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ സീഡ്സിനൊക്കെ കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കിത് ഇല്ലാണ്ടായിപ്പോയാലും അതിനെ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതിനെ എടുത്ത് വെക്കും. അതേപോലെ ജീൻ ബാങ്ക് എന്ന് പറയുമ്പം ജീൻസിനെ കളക്ട് ചെയ്ത് അതെന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇതിൻ്റെ അകത്ത്. അടുത്തത് റെഗുലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. നമ്മൾ ഈ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴും പലതിനെയും കൊണ്ടുവരുമ്പം അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്തത് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഇവിടെ ആവശ്യമുള്ളൊരു സാധനത്തിനെയാണ് കൊണ്ടുവരുന്നെങ്കിലും അതിൻ്റെ കൂടെ ചിലപ്പം ആവശ്യമില്ലാത്ത ചില പ്ലാന്റ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഇവിടെ ഡിസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പം അതിന് പ്രോപ്പർ ചെക്കിങ്ങൊക്കെ നടത്തിയിട്ട് വേണം എന്ത് നടത്താൻ, ഇൻ്റർനാഷണൽ ട്രേഡ്സ് നടത്താൻ. ഓക്കെ. ഇനി അടുത്തതും ഞാൻ ടെക്സ്റ്റ് വെക്കുന്നില്ല, ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണേ. അടുത്തത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ്റെ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അതിൽ നമുക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷനും ഒന്ന് എക്സിറ്റു കൺസർവേഷനും. ഇത് എൻഡേഞ്ചേർഡ് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇൻസിറ്റു കൺസർവേഷനെ നമ്മൾ എന്തും കൂടി വിളിക്കും, ഓൺ സൈറ്റ് കൺസർവേഷൻ എന്നും വിളിക്കാറുണ്ട്. അത് നമുക്ക് കോമൺലി അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇൻസിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ആനിമലിനെയോ അല്ലെങ്കിൽ പ്ലാന്റിനെയോ അതിൻ്റെ ഹാബിറ്ററ്റിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് നമ്മൾ പറയുക, ഇൻസിറ്റു കൺസർവേഷൻ. ഓക്കെ. ഇനി എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സൂവിലോ അല്ലെങ്കിൽ അതിൻ്റെ ഹാബിറ്ററ്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സിറ്റു കൺസർവേഷൻ. മീൻസ് അതിൻ്റെ ബ്രീഡിങ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നടത്തി, മീൻസ് വളരെ കുറച്ച് നമ്പറായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നടത്തി കൺസേർവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയാം. ഇനി എക്സിറ്റു കൺസർവേഷനെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണ്, ഓഫ് സൈറ്റ് കൺസർവേഷൻ. എന്താണ് ഓഫ് സൈറ്റ് കൺസർവേഷൻ? ഒരു ആനിമലിനെയോ പ്ലാന്റിനെയോ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് കൺസർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, എക്സിറ്റു കൺസർവേഷൻ എന്ന് വിളിച്ചത്. ഇങ്ങനെ ഈ ഒരു കേസ് നമ്മൾ അധികം എടുക്കുക ഒരുവിധം അതിൻ്റെ ഹാബിറ്ററ്റ് മൊത്തമായിട്ട് ഡിസ്ട്രക്റ്റ് ആയിപ്പോയതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സ്റ്റിങ്ഷനെ ഫേസ് ചെയ്യുന്നയോ ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ഈ ഹണ്ടിങ്ങിനും മറ്റേനൊക്കെ എന്താ പറയുക വിക്ടിംസ് ആവുന്ന ആനിമൽസിനൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു എക്സിറ്റു കൺസർവേഷനെ പറ്റി ചിന്തിക്കുക. ഇങ്ങനത്തെ സ്പീഷീസിൻ്റെ DNA ബ്ലൂ പ്രിൻറ്റും ജനറ്റിക് ബ്ലൂ പ്രിൻറ്റും ഒക്കെ എക്സിറ്റു മെത്തേഡ്സ് വഴി നമ്മൾ കൺസേർവ് ചെയ്തിട്ടുണ്ടോ. ഈ എക്സിറ്റു മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സൂവിലോ ബൊട്ടാണിക്കൽ ഗാർഡൻസിലോ ജീൻ ബാങ്കിലോ പോളൻ ബാങ്കിലോ സീഡ് ബാങ്കിലോ ജേം പ്ലാസം ബാങ്കിലോ അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ടിഷ്യൂ കൾച്ചർ സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ ക്രയോ പ്രിസർവേഷൻ സെൻറ്റേഴ്സ്. ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ലോ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ ടിഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുക. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവരുടെ ഇതായിട്ടുണ്ടാവും ഇവരുടെ ജനറ്റിക് ബ്ലൂ പ്രിൻറ്റ് പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പം അധിക കേസിലും നമ്മൾ എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്, ലിക്വിഡ് നൈട്രജനിൽ 196 ഡിഗ്രി സെൽഷ്യസിൽ
-196 ആണ്. -196 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, ലിക്വിഡ് നൈട്രജനിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഇത് എന്തിനു സഹായിക്കും? മെയിൻലി പ്ലാന്റ്സിൻ്റെ കേസിലാണ് ക്രോപ്സിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് സഹായിക്കും. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പം ബൊട്ടാണിക്കൽ ഗാർഡനും സൂ ആണ് ഇപ്പോഴത്തെ ഏറ്റവും കോമൺ ഏറ്റവും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. നമുക്ക് ഏകദേശം 1500ഓളം ബൊട്ടാണിക്കൽ ഗാർഡൻസും അതേപോലെ തന്നെ 80,000 1500ഓളം ബൊട്ടാണിക്കൽ ഗാർഡൻസും അതേപോലെ തന്നെ അതിൽ നമുക്ക് 80,000 പ്ലാന്റ്സോളം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതുമായിട്ട് കാണാം. അതേപോലെ തന്നെ 800ഓളം സൂസും നമുക്ക് 3,000 ആനിമൽ സ്പീഷീസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഹെഡിങ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് എ എന്ന് പറഞ്ഞിട്ട് എക്സിറ്റു തന്നിരിക്കുന്നത്. ഇനി എക്സിറ്റുവിൽ പെടുന്ന 2-3 എണ്ണത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തത് കൺസർവേഷൻ ഇൻ സീഡ് ബാങ്ക്, ജീൻ ബാങ്ക്, ജേം പ്ലാസം ബാങ്ക് ആണ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. അധിക പ്ലാന്റ്സും എന്താണ്? സീഡ് പ്രൊഡ്യൂസിങ് ആണ്. അപ്പം സീഡ് എന്താണ്? ഡോർമെൻ്റ് ആയിട്ട് കിടക്കും കുറച്ച് കാലത്തേക്ക്. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ അവർ ജെർമിനേറ്റ് ചെയ്തൊരു പുതിയ ഡോക്ടർ പ്ലാന്റ് ആയിട്ട് മാറുള്ളൂ. അപ്പം ഈ എൻഡേഞ്ചേർഡ് പ്ലാന്റ്സിൻ്റെ സീഡ്സ് നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്ത് സീഡ് ബാങ്കിലും ജീൻ ബാങ്കിലും അതേപോലെ തന്നെ ജേം പ്ലാസം ബാങ്കിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് സീഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ എൻഡേഞ്ചേർഡ് പ്ലാന്റ് സ്പീഷീസിൻ്റെ സീഡ്സിനെ കളക്ട് ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും. ഈ കേസിൽ സീഡ്സ് നല്ലോണം ഡ്രൈ ചെയ്തിട്ട് അവരുടെ വാട്ടർ കണ്ടൻറ്റ് 4% താഴെയാക്കി കൊണ്ടുവന്നിട്ടാണ് ഇവർ കൺസേർവ് ചെയ്യുന്നത്. അവർ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ അവരെ തണുപ്പിച്ച് ഒരു -20 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു സീഡ്സിന് ആ ഒരു സീഡ്സിന് ഏകദേശം 20 വർഷം വരെ വയബിളായിട്ട് നിൽക്കാൻ പറ്റും. ജെർമിനേറ്റ് ചെയ്യാണ്ട് അവർക്ക് അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? അവയിലെ വാട്ടർ കണ്ടൻറ്റ് 4%-ലധികം കുറച്ചിട്ട് എന്നിട്ട് കൂൾ ചെയ്തിട്ട് ഒരു -20 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെയാകുമ്പോൾ അവരുടെ ടെമ്പറേച്ചർ ഒരു 20 ഇയേഴ്സോളം അവരുടെ അവരങ്ങനെ തന്നെ നമുക്കൊരു 20 വർഷത്തോളം വയ്ക്കാം. ഓക്കെ, എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിനെയും സീഡ് വിച്ച് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ, ഏറ്റവും ലോ ടെമ്പറേച്ചറിനെയും അതേപോലെ തന്നെ ഹൈലി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സീഡ്സിനെ നമ്മൾ ഓർത്തഡോക്സ് സീഡ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഓർത്തഡോക്സ് സീഡ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, പിന്നെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്രോപ്സിൻ്റെ സീഡ്സ് ഉണ്ടല്ലോ. അപ്പം ലെഗ്യൂംസിൻ്റെയും ഒക്കെ സീഡ്സ് നമുക്ക് അങ്ങനെ കൺസേർവ് ചെയ്ത് വെക്കാൻ പറ്റും. ചില സീഡ്സ് കില്ല് ചെയ്ത് ചില സീഡ്സ് ഫ്രീസിങ് ടെമ്പറേച്ചർ തണുപ്പിക്കുന്ന സമയത്ത് അവർ മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് റീകാൽസിട്രേറ്റ് സീഡ്സ് എന്നാണ്. റീകാൽസിട്രൻറ്റ് സീഡ്സ് എന്നാണ് നമ്മൾ അങ്ങനെ ആ ടെമ്പറേച്ചർ ലോ ആവുമ്പം ഡൈ ആയി പോകുന്ന സീഡ്സിനെ വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് കോക്കനട്ട്, പാം, ഓയിൽ പാം, റബ്ബർ, ടീ, ജാക്ക് ട്രീ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഏകദേശം ഒരു 50 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീഡ് ബാങ്ക്സ് ഉണ്ട്. ചിലത് ബൊട്ടാണിക്കൽ ഗാർഡനോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ലാർജസ്റ്റ് സീഡ് ബാങ്ക് നമുക്ക് കാണാൻ പറ്റുന്നത്, ലോകത്ത് തന്നെ കാണാൻ പറ്റുന്നത്, ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മണീല, ഫിലിപ്പൈൻസിലാണ് നമുക്ക് ഏറ്റവും വലുത് കാണാൻ പറ്റുന്നത്. അവിടെ ഏകദേശം 90,000 സാമ്പിൾസ് ഉണ്ട്. റൈസിൻ്റെ ആട്ടോ പ്രിസർവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ കണക്കുകളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിയുന്നതായിരിക്കും ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല. ഇനി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അടുത്തത് പറയാനുള്ളത് ജീൻ ബാങ്ക് എന്താണ്? ജീൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ DNA സാമ്പിൾസിനെയാണ് കളക്ട് ചെയ്ത് വെക്കുന്നത്. ആ ഒരു സൊമാറ്റിക് മെറ്റീരിയലും ആ ഒരു ഓർഗാനിസത്തിൻ്റെ സൊമാറ്റിക് മെറ്റീരിയലും അതേപോലെ തന്നെ അതിൻ്റെ DNA സാമ്പിൾസിനുമാണ് നമ്മൾ ജീൻ ബാങ്കിൽ കൺസേർവ് ചെയ്ത് വെക്കുന്നത്.
ഈ മെറ്റീരിയൽസ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വൈൽഡ് പ്ലാന്റ്സിൻ്റെയൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം ജീൻ ബാങ്ക് എന്തിനു സ്റ്റോർ ചെയ്യും, എന്താ പറയുക, അതിൻ്റെ സീഡിനെയും സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ വെജിറ്റേറ്റീവ് മെറ്റീരിയലിനെയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ചിലപ്പോൾ ഈ ഒരു ജനറ്റിക് ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ചിലപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ നമ്മളുടെ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട് ചിലപ്പം തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിട്ടാണ്. നേരത്തെ തന്നെ നമ്മൾ -20 അല്ലേ പറഞ്ഞത്. ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിട്ടാണ്. ഏകദേശം 10 to 20 ഇയേഴ്സ് വരെ നമുക്ക് ചെയ്യാം. മേജറായിട്ടുള്ളൊരു 4 ജീൻ ബാങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലുള്ള. ഫസ്റ്റ് വൺ ഏതാണ്? നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ്, ന്യൂഡൽഹി. അവിടെയാണ് ക്രോപ്പ് പ്ലാന്റ്സും മെഡിസിനൽ പ്ലാന്റ്സും സ്പീഷ്യസിൻ്റെയൊക്കെ ജീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തത് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലോഡ്, ട്രിവാൻഡ്രത്തുള്ളതാണ്. അവിടെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെയും സ്പൈസസിൻ്റെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ എന്താണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ അരോമാറ്റിക് പ്ലാന്റ്സ്, ലക്നൌവിൽ. അവിടെ നമുക്ക് ഇതേപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെയും സ്പൈസസിൻ്റെയുമാണ് കാണാൻ പറ്റുന്നത്. ആദ്യത്തേലും സ്പൈസസ് എന്നാട്ടോ വേണ്ട, അവിടെ സ്പീഷ്യസ് എന്ന് അറിയാണ്ടായി പോയതാവാം. സെൻട്രൽ ഡ്രഗ് റിസർച്ച് യൂണിറ്റ്, അത് സെൻട്രൽ ഡ്രഗ് റിസർച്ച് യൂണിറ്റ്സ് ലക്നൌവിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആനിമൽസിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനൊരു ജീൻ ബാങ്ക് ഉള്ളത്. അപ്പോൾ 4 ജീൻ ബാങ്ക്സ് ഏതൊക്കെയാണ്? നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജെനറ്റിക്സ് റിസോഴ്സ്, ന്യൂഡൽഹി; ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലോഡ്; സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ്, ലക്നൗ; സെൻട്രൽ ഡ്രഗ് റിസർച്ച് യൂണിറ്റ്, ലക്നൗ. അപ്പം അത്രയാണ് 4 എണ്ണം. അത് എന്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. അടുത്ത നമുക്ക് പറയാനുള്ളത് ജേം പ്ലാസത്തിനെ പറ്റിയിട്ടാണ്. ജേം പ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രൈമറിലി ഇതേപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയലാണ് കൺസേർവ് ചെയ്യുന്നത്. ഈ നമുക്ക് നഷ്ടപ്പെട്ടു പോയതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മാക്സിമം ഇവിടെ നമ്മൾ കൺസേർവ് ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് ഈ ഒരു ജേം പ്ലാസം ഉപയോഗിച്ചിട്ട് പുതിയൊരു പ്ലാന്റിനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഏതൊക്കെയാണ്? ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറാണ്. ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ച് നമ്മൾ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ. പിന്നെ ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ്. ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, അതിൻ്റെ ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ നമ്മളിവിടെ പറയുമ്പം ജേം പ്ലാസം നമ്മളതിനെ അൾട്രാ ലോ ടെമ്പറേച്ചറിൽ ഒരു -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജനിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഇതിൻ്റെ ജേം പ്ലാസത്തിന്. അങ്ങനെയാകുമ്പോൾ അത് കുറേ കാലം എന്താ പറയുക അങ്ങനെ തന്നെ നിൽക്കും. അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ജനറ്റിക് ചേഞ്ചും ഇല്ലാണ്ട് അത് അതേപോലെ തന്നെ നിൽക്കും. അപ്പം ആവശ്യമുള്ള സമയത്ത് അതിനെ നമുക്ക് ആ ഒരു ഇതിന്ന് മാറ്റിയിട്ട് റെഡിയാക്കാം. ടിഷ്യൂ കൾച്ചറിൽ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ വെജിറ്റേറ്റീവ് പാർട്ടിക്കിൾ വെജിറ്റേറ്റീവ് ടിഷ്യൂ നമ്മൾ വളരാൻ വേണ്ടി ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ വെച്ച് വളർത്തും. എന്നിട്ട് അതിനൊരു ചെറിയൊരു കുറച്ചൊന്ന് വളർന്നു വരുമ്പോൾ ഒരു സ്മോൾ ക്ലമ്പ് പോലെ കുറച്ചൊന്ന് വളർന്നു വരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാൽസസ്. എന്താണ് കാൽസസ്? CALLUSE ആണ് ഇത്. കാൽസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ഇതിൻ്റെ മെറിസ്റ്റമാറ്റിക് സെല്ലിനെയോ അല്ലെങ്കിൽ ഒരു വെജിറ്റേറ്റീവ് പാർട്ടിനെയോ നമ്മൾ ആ ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ വളരാൻ വേണ്ടി വിടും കുറച്ച് കാലം. അപ്പം അതിൽ നിന്ന് ചെറുതായിട്ടൊരു ഗ്രോത്ത് വരും. അതിനെ നമ്മൾ കാൽസസ് എന്ന് വിളിക്കും. എന്നിട്ട് ഈ കാൽസസിനെ നമ്മൾ എന്ത് ചെയ്യും? ലിക്വിഡ് നൈട്രജനിൽ വെച്ച് ക്രയോ പ്രിസർവേഷൻ നടത്തും. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. അതിൽ ഓർത്തഡോക്സ് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ടിഷ്യൂ കൾച്ചർ മെത്തേഡ് ഓഫ് ജേം പ്ലാസം കൺസർവേഷൻ അതിന് വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ജേം പ്ലാസം കൺസർവേഷൻ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഏതെങ്കിലും ഒരു പ്രത്യേക ജീൻ ടൈപ്പ് നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതാണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിനെ സേവ് ചെയ്ത് വെക്കണമെങ്കിലാണ് നമ്മൾ പിന്നെ ഭയങ്കര വേരിയബിലിറ്റി ഉള്ളൊരു സീഡ് പ്രോജനി ആണെങ്കിൽ അപ്പം ചെയ്യും. പിന്നെ സീഡ് റീകാൽസിൻട്രൻ്റ് ആണ്. റീകാൽസിൻട്രൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താ പറയുക, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ല, അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അടുത്തത് സീഡ് ഓൾ ടുഗദർ ആബ്സെൻ്റ് ആയിട്ടുള്ള കേസസ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്?
നമുക്ക് ലാർജ് നമ്പർ ഓഫ് ജീനോടൈപ്പിനെ, ഭയങ്കര ചെറിയൊരു ഏരിയയിൽ നമുക്ക് ഒരുപാട് ജീനോടൈപ്പിനെ സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ വളരെ ലോ കോസ്റ്റുമാണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു എന്താ പറയുക, എൻഡേഞ്ചേർഡ് സ്പീഷ്യസ്, പ്ലാന്റ്സിൻ്റെ എൻഡേഞ്ചേർഡ് സ്പീഷ്യസിനെ നമുക്ക് വേഗം തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ ഒറിജിനൽ ഹാബിറ്ററ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ചിലപ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോയതാവാം, അവിടെ നമുക്ക് എന്താ പറയുക വേഗം തന്നെ ജെർമിനേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ജേം പ്ലാസം ലോസ് ഒരു വലിയ കൺസേൺ ആണ്. ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലൊക്കെ ഒരു വലിയ കൺസേൺ ആണ്. അപ്പം പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ എന്താ പറയുക ജീൻ ബാങ്കും ജേം പ്ലാസം കൺസർവേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസേർവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ഇത് പറയുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബ്രോഡ് ഫോർ പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1974. അവർ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? റോമിലായിരുന്നു. അപ്പോൾ ഇവരാണ് ഈ ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വൈൽഡ് പ്ലാന്റ്സിനെയും കൾട്ടിവേഴ്സിനെയും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു വലിയൊരു റോള് ഉണ്ടായിരുന്നത്. ഇവർ കാരണമാണ് പലതും നടന്നത്. ഇവരുടെ ഇനീഷ്യേറ്റീവിലാണ് ഈ ജീൻ ബാങ്കും ജേം പ്ലാസം ബാങ്കും ഒക്കെ എന്താ പറയുക ഉണ്ടായത്, ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായത്. ഇനി അടുത്തത് പറയാനുള്ളത് ഇൻ സിറ്റു കൺസർവേഷനെ പറ്റിയിട്ടാണ്. ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൺ സൈറ്റ് കൺസർവേഷൻ, പ്ലാന്റ്സിനും ആനിമൽസിനും അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ ഒരു ഏരിയയിലെ ടോട്ടൽ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയാം. അതൊരു എന്താ പറയുക ലോങ് ടേം കൺസർവേഷനാണ്. അതിൽ എന്തൊക്കെ വരാറുണ്ട്? സോഷ്യോ എന്താ പറയുക പ്രൊട്ടക്റ്റഡ് ഏരിയ ഏതൊക്കെയാണ് വരുന്നത്? നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോ റിസർവ്സ്, നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, കൺസർവേഷൻ റിസർവ്സ്, കമ്മ്യൂണിറ്റി റിസർവ്സ്, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ, റാംസർ വെറ്റ്ലാൻഡ്സ്, ഇമ്പോർട്ടൻറ്റ് കോസ്റ്റൽ മറൈൻ ഏരിയ. ഇതൊക്കെ ഓരോന്ന് കുറേ എണ്ണം പറയുന്നുണ്ട്, അതൊക്കെ നോക്കുക. കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 103 നാഷണൽ പാർക്സ് ഉണ്ട്, 543 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, 18 ബയോ റിസർവ്സ് ഉണ്ട്, പിന്നെ 8 നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് ഉണ്ട്, 73 കൺസർവേഷൻ റിസർവ്, 45 കമ്മ്യൂണിറ്റി റിസർവ്, 9 ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ്, 467 ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയാസ്, 26 റാംസർ വെറ്റ്ലാൻഡ് സൈറ്റ്സ്, 131 മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. ഇത് ടോട്ടൽ പറഞ്ഞത് നമ്മൾ ഇന്ത്യയിലെ കണക്കാണ്, അല്ലാണ്ട് ലോകത്തെ കണക്കല്ല, ഇന്ത്യയിലെ കണക്കാണ്. അപ്പം നിങ്ങളെന്താ പഠിക്കുന്നത് വെച്ചാൽ ഇൻസിറ്റു കൺസർവേഷൻ എന്താണെന്ന് പഠിക്കുക, അതിനൊരു കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള എക്സാമ്പിൾസ് തന്നെ പഠിച്ചാലും മതി. ഏകദേശം എല്ലാ എക്സാമ്പിൾസും നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ആദ്യത്തത് നമുക്ക് നോക്കാം, നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ തന്നെയാണ് ഇതിനു വേണ്ടി, മീൻസ് പ്രൊട്ടക്ഷനും കൺസർവേഷൻ, ഫ്ലോറേനെയും ഫോണേനെയും അതേപോലെ തന്നെ അവിടുത്തെ നാച്ചുറൽ കാര്യങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ ഈ ഹണ്ടിങ്, കില്ലിങ് ഒന്നും അലൗഡ് അല്ല. ഒരു ടൈപ്പായിട്ടുള്ള ഇതിൻ്റെ ഹാബിറ്ററ്റിനോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളോ അവിടെ അലൗഡ് അല്ല. അവിടെ നമുക്ക് എന്താ പറയുക, അതേപോലെ തന്നെ നാഷണൽ പാർക്കിൽ എന്താ പറയുക ഇങ്ങനെ ഒന്നിനെയും നമുക്ക് അവിടെ ഒന്നിനും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നാഷണൽ പാർക്കിൻ്റെ കേസിൽ സത്യം. ചിലവർ അവിടുന്ന് അവർക്ക് ആവശ്യമുള്ള ഫ്ലോറിങ് ഫോണൊക്കെ എടുക്കും, പക്ഷേ അതൊന്നും അവിടെ എടുക്കാൻ പാടില്ല. ഇനിയിപ്പം അവരുടെ ലൈഫ് സ്റ്റോക്കിനെ ഗ്രേസ് ചെയ്യാൻ വിടാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റിയും ഒരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനെ ആരെ അലൗ ചെയ്യണം? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, സ്റ്റേറ്റിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നമുക്കൊരു പോകാനുള്ളൊരു ഇത് തന്നാൽ മാത്രമേ നമുക്ക് അത് എന്താ പറയുക നമുക്ക് ആ ഒരു കാട്ടിൽ പോയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? കാടല്ല, അവിടുത്തെ ആ വൈൽഡ് ലൈഫ് പോയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ 4ാമത്തെ ചാപ്റ്ററിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും കൂടി അവിടെ നിന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊന്നും അത്ര ആവശ്യമില്ല. നമുക്ക് ആവശ്യം നാഷണൽ പാർക്ക് എന്താണെന്ന് പറയാം. അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ് അല്ല, ഗ്രേസിങ് പോലും അലൗഡ് അല്ല എന്ന് എഴുതുക. പിന്നെ വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് ഏതാ? ജസ്റ്റ് ഒന്ന് നോക്കുക. ഏതാണ്? നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക്. ഏതാണ്? നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഹേലി നാഷണൽ പാർക്ക്.
ഇപ്പം നമ്മൾ അതിനെ അറിയപ്പെടുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. അതെവിടെയാണുള്ളത്? ഉത്തരാഖണ്ഡിലാണുള്ളത്. എവിടെയാണുള്ളത്? ഉത്തരാഖണ്ഡിൽ. അപ്പോൾ വേൾഡിലെ ലാർജസ്റ്റ് ഏതാണെന്ന് നോക്കിയേക്കുക. ഇന്ത്യയിലെ ആദ്യത്തത് ഏതാണെന്നും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്തത് വൈൽഡ് ലൈഫ് സാങ്ച്വറി. വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈൽഡ് ലൈഫിനെ നാച്ചുറൽ കണ്ടീഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നാച്ചുറൽ കണ്ടീഷൻസിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അവിടെ ഇതേപോലെ കില്ലിങ്, ഹണ്ടിങ്, ക്യാപ്ചറിങ് ഒന്നും ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷേ യൂഷ്വലി എന്താ പറയുക, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ നാഷണൽ പാർക്കും സാങ്ച്വറിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഇവിടെ എന്താ പറയുക, വൈൽഡ് ലൈഫിൻ്റെ കേസിൽ എന്താ പറയുക പ്രശ്നം, അവരെ വൈൽഡ് ലൈഫായിട്ട് നമുക്ക് ഒരു ഏരിയനെ വൈൽഡ് സാങ്ച്വറി ആയിട്ട് പറയാൻ അതേ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ മാത്രം മതി. അതേപോലെ തന്നെ അതൊരു സാങ്ച്വറി എല്ലാന്നാക്കാനും അതേപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, പിന്നെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ ആൾക്കാരെ ഇത് കയറ്റാൻ മതിയാവും. മീൻസ് കുറച്ചും കൂടിയൊക്കെ ആൾക്കാർ കയറുന്നുണ്ട് വൈൽഡ് ലൈഫ്. നാഷണൽ ഇതിൻ്റെ അത്ര സ്ട്രോങ് അല്ല. പിന്നെ ഇവിടെ എന്താ പറയുക, ഈ ഒരു ഇതിൻ്റെ എക്സ്പ്ലോയിറ്റേഷന് അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ എക്സ്പ്ലോയിറ്റേഷൻ ആകെ ആവശ്യം എന്താണ്, ഒരു സ്റ്റേറ്റ് ബോർഡിൻ്റെ ഇത് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ നാഷണൽ പാർക്ക് ആകുമ്പോൾ നമുക്ക് നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിൻ്റെ പെർമിഷൻ തന്നെ വേണം. അവിടെ മറ്റേ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറേയും കൂടി ഇവിടെ എന്ത് വേണം, നാഷണൽ പാർക്കിൻ്റെ കേസിൽ നാഷണൽ ആയിട്ടുള്ള പെർമിഷൻ വാങ്ങണം. വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ പക്ഷേ സ്റ്റേറ്റിൻ്റെ പെർമിഷൻ മതി. അതുകൊണ്ട് അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ മനുഷ്യന്മാരുടെ ഒരു ഇൻട്രാക്ഷൻ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ നമുക്ക് പലപ്പോഴും കാണാം. ബയോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ബയോളജിക്കൽ സ്പീഷീസിനും നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ലാൻഡ് യൂസസ് ഒക്കെ പെർമിറ്റഡ് ആണ്. ലാൻഡ് യൂസസ് ഒക്കെ കുറച്ചുകൂടി പെർമിറ്റഡ് ആണ്. ഇത് മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് യുനെസ്കോ ലൊക്കേറ്റ് ചെയ്ത് റിക്കഗ്നൈസ് ചെയ്ത മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്നുള്ളതിൽ റിക്കഗ്നൈസ് ചെയ്ത സ്ഥലങ്ങളിലാണ്, നമുക്ക് കൺട്രീസിലാണ് ഇത് മെയിൻലി കാണാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, വൈൽഡ് പോപ്പുലേഷനെയും അവിടുത്തെ ട്രൈബിനെയും അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റിനെയും ഡൊമസ്റ്റിക് ആനിമൽസിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതുവരെ നമ്മൾ പറഞ്ഞത് അവിടുത്തെ ആ ഒരു വൈൽഡ് ലൈഫിലുള്ളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ബയോ റിസർവിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ട്രൈബ് ഉണ്ടാവും, ചിലപ്പോൾ നേറ്റീവായിട്ടുള്ള ട്രൈബ് ഉണ്ടാവും, അതിനെയും അവിടുത്തെ വൈൽഡ് പോപ്പുലേഷനെയും അവിടെ ഇനി കൾട്ടിവേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് അവിടെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ വരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ബയോ റിസർവ് യുനെസ്കോ 1971 മാൻ ആൻഡ് ബയോസ്ഫിയർ എന്നുള്ള പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഏറ്റവും ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളെയും കൺസേർവ് ചെയ്യുക, അതേപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന്, ഒരു ലോക്കൽ കമ്മ്യൂണിറ്റീൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന്. അപ്പോൾ നമുക്ക് റിസർവിന് പറയുക 3 സോൺസ് ഉണ്ട്: കോർ സോൺ, ബഫർ സോൺ ആൻഡ് മാനിപ്പുലേഷൻ സോൺ അല്ലെങ്കിൽ ട്രാൻസിഷൻ സോൺ. മാനിപ്പുലേഷൻ സോൺ തന്നെയാണ് നമ്മൾ ട്രാൻസിഷൻ സോൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്നിങ്ങനെ വരയ്ക്കാം. അപ്പം ഇത് എന്താണ്, ഏറ്റവും 3 സോൺസാണ് ഉള്ളത്. ഓക്കെ, ഇതേതാണ്? ഇത് കോർ സോണാണ്. പിന്നെ ഇതേതാണ്? ബഫർ സോണാണ്. ഇത് ട്രാൻസിഷൻ സോണാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ കോർ സോണിൽ എന്താണ്, ഹ്യൂമൻ ആക്ടിവിറ്റി അലൗഡേ അല്ല, ഹ്യൂമൻ അങ്ങോട്ട് തീരെയും അലൗഡ് അല്ല. ബഫർ സോണിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു പരിധി വരെ ഹ്യൂമൻ ആക്ടിവിറ്റി അലൗഡ് ആണ്. പിന്നെ മാനിപ്പുലേഷൻ സോണിലാകുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമുക്ക് അലൗഡ് ആണ്. ഓക്കെ, ടോട്ടലി നമ്മൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ 631 ബയോ റിസർവ്സ് നമുക്ക് കാണാൻ പറ്റാം. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 18 എണ്ണം. ഓക്കെ, 18 എണ്ണമാണ്. പിന്നെ നീലഗിരി ബയോ റിസർവ്, നമുക്കതിൽ കുറച്ചെണ്ണത്തിന് പേര് പറയുമ്പം നീലഗിരി ബയോസ്ഫിയർ റിസർവ്, നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്, ഉത്തരാഖണ്ഡ് ബയോസ്ഫിയർ റിസർവ്, നോക്രക് ബയോസ്ഫിയർ റിസർവ്, അതൊക്കെയാണ് ചില എക്സാമ്പിൾസ്. ഇനി നമ്മൾ ഇന്ത്യൻ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഏറ്റവും ആദ്യം ഡിക്ലെയർ ചെയ്തത്. അതുണ്ടായത് 23/9/1987 യുനെസ്കോൻ്റെ ഇത് പ്രകാരം. അത് കേരളം, കർണാടക, തമിഴ്നാട്ടിലാണ് കാണാൻ പറ്റുന്നത്. ഏകദേശം 5670 km² ഉണ്ട്.
അതിൽ കേരളത്തിലെ 3133 കിലോമീറ്റർ സ്ക്വയർ ഇൻക്ലൂഡഡ് ആണ്. അത് ഏതിലേക്കാണ് പോകുന്നത്? കേരളത്തിൽ നീലഗിരി, പെരിയാർ, നിലമ്പൂർ, സൈലൻറ്റ് വാലി, വയനാട്, നാഗർഹോൾ, കേരളത്തിൽ വയനാട് വരെ. പിന്നെ അത് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്താണ് പറയുന്നത് നാഗർഹോൾ, ബന്ദിപ്പൂർ, മുടുമലൈ, ഷിറുവാണി എന്നുള്ള സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടാണ് ഈ ഒരു നീലഗിരി ബയോസ്ഫിയർ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫോറസ്റ്റ്, സ്ക്രബ് ഫോറസ്റ്റ്, ഡ്രൈ ഡിസീഡിയസ് ഫോറസ്റ്റ്, മോയ്സ്റ്റ് ഡിസീഡിയസ് ഫോറസ്റ്റ്, വെറ്റ്ലാൻഡ് എവർഗ്രീൻ ഫോറസ്റ്റ്, അങ്ങനെ കുറേ ഏരിയകൾ കാണാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മതി, അതൊന്നും അത്ര ഞാൻ. ഇനി നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ ആസ് ജൂലൈ 2016. അപ്പോൾ അവിടെ വൈൽഡ് ലൈഫ് ഹെറിറ്റേജിൻ്റെ പേര് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് കൺസർവേഷൻ ഏരിയ എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. വെസ്റ്റേൺ ഗട്ട്സ് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാടു, കേരള, അത്രയും സ്ഥലങ്ങളും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അടുത്തത് വരുന്നത് നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ആൻഡ് വാലി ഓഫ് ഫ്ലവർ ആൻഡ് നാഷണൽ പാർക്സ്, അത് ഉത്തരാഖണ്ഡിലാണ്. സുന്ദർബൻ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. കാസിറാംഗ നാഷണൽ പാർക്ക് ആസാമിൽ, കിലിഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാൻ, മാനസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആസാം, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ അത്രത്തോളം നമുക്ക് അടുത്ത വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് എന്താണെന്ന് നോക്കാം. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഏതൊക്കെ സ്ഥലം എന്ന് വേണമെങ്കിൽ നോക്കാം. 2 മാർക്സിന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാറില്ല, ചിലപ്പോൾ 2 എക്സാമ്പിൾസ് ചെയ്തു വിത്ത് പ്ലേസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇനി നോക്കാനുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനെ പറ്റിയിട്ടാണ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഏരിയനെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുക. അപ്പം ഏറ്റവും ഇൻ്റർനാഷണലി ഏറ്റവും നന്നായി അറിയപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ഏരിയനെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുക. അതിന് 4 മേജർ ഏരിയാസാണ്. അപ്പം വൈൽഡ്നെസ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ഏരിയനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. പക്ഷേ ബയോസ്ഫിയറിനെക്കാട്ടും കുറച്ചും കൂടി ലെസ് ആയിട്ടുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അത്രത്തോളം സ്ട്രിക്റ്റ് അല്ലാത്ത ഇത് വെച്ചിട്ട്. പിന്നെ നാച്ചുറൽ മോണുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ഏരിയ ആണ്. അതെന്തിനു വേണ്ടിയിട്ട്? ഈ നാച്ചുറൽ ആയിട്ടുള്ള മോണുമെൻറ്റ്സും അതിന് ചുറ്റുപാടുമുള്ള ഏരിയകളെയും കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത സ്പീഷ്യസ് മാനേജ്മെൻറ്റ് ഏരിയ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയ, ഏതെങ്കിലും ഒരു ഹാബിറ്ററ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീഷ്യസിനെയോ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ഏരിയ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സ്പീഷ്യസ് മാനേജ്മെൻറ്റ് ഏരിയ എന്ന് പറയും. പ്രൊട്ടക്റ്റഡ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സീസ്കേപ്പ്, നമ്മൾ ലാൻഡിൻ്റെയോ സീൻ്റെയോ ഒരു സ്പെസിഫിക് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നെയ്ബറിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസൊക്കെ വെച്ച് ഇൻറ്ററാക്ട് ചെയ്യും എന്ന് പറയുന്നതിനാണ് പ്രൊട്ടക്റ്റഡ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സീസ്കേപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 എണ്ണമാണ് പറഞ്ഞത്: വൈൽഡ്നെസ് ഏരിയ, നാച്ചുറൽ മോണുമെൻറ്റ്സ്, സ്പീഷ്യസ് മാനേജ്മെൻറ്റ് ഏരിയ, പ്രൊട്ടക്റ്റഡ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സീസ്കേപ്പ്. ഈ നാച്ചുറൽ മോണുമെൻ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, താനേ ഉണ്ടായ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, ചില മലകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് തന്നെ പറയാൻ ഒരുപാട് എക്സാമ്പിൾ ഇല്ലേ നമുക്കിവിടെ, നാച്ചുറലായിട്ടുണ്ടായ കുറേ കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഓക്കെ, ഈ ആക്ട് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് ലെജിസ്ലേഷൻ, ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് ലെജിസ്ലേഷന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് നടപ്പിലാക്കിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1972 അതിൻ്റെ അമെൻമെൻറ്റ്സ് നടന്നിട്ടുള്ളത് 1986 1991 ഇത് വൈൽഡ് ആനിമൽസിൻ്റെ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ അതിനെ ഹണ്ട് ചെയ്യുന്നതിനും കില്ല് ചെയ്യുന്നതിനും ക്യാപ്റ്റിവേഷനും ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ആക്റ്റിൽ നമുക്ക് 7 ചാപ്റ്റേഴ്സും 6 ഷെഡ്യൂൾസും കാണാം. ഇതിൻ്റെ ചാപ്റ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുള്ളത് ഒന്ന് സിലബസ് റെഫർ ചെയ്യണം. സിലബസിൽ അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. ചാപ്റ്റർ 1 എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? പ്രിലിമിനറി ആയിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ള കാര്യങ്ങളാണ്. ചാപ്റ്റർ 2 അതിൻ്റെ അതോറിറ്റീസിനെ എങ്ങനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യണം, ഇപ്പം ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ, അസിസ്റ്റൻറ്റ് ഡയറക്ടറിനൊക്കെ എങ്ങനെ ഇതാക്കണം, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം ആ ഒരു അഡ്വൈസറി ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യങ്ങളാണ്. ചാപ്റ്റർ 3 ഹണ്ടിങ്, കില്ലിങ്, ക്യാപ്റ്റിവേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് പറയുന്നത്. ചാപ്റ്റർ 4 എങ്ങനെയൊക്കെ സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, അതേപോലെ തന്നെ അങ്ങനത്തെ ഏരിയകളൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ചാപ്റ്റർ 4 പറയുന്നത്.
ചാപ്റ്റർ 5 പറയുന്നത് എന്താ പറയുക, ഇതേപോലെ ട്രേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വൈൽഡ് ആനിമൽസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽസിൻ്റെ ആർട്ടിക്കിൾസിനെയൊക്കെ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ 6ാമത്തത് പറയുന്നത് ഇങ്ങനത്തെ ഒഫൻസസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം. ഇപ്പം ഒരാൾ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം, അതിനെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും അവസാനത്തെ ഇതിൽ അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് 7 ചാപ്റ്റേഴ്സാണ് അതിലുള്ളത്. 7 ചാപ്റ്റേഴ്സും 6 ഷെഡ്യൂൾസുമാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ അമെൻമെൻറ്റ്സിനെ പറ്റി ഞാൻ പറഞ്ഞു 1983, 1986, 1991 വരെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി IUCN പറ്റിയിട്ടാണ് നോക്കാനുള്ളത്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുക, IUCN എന്ന് പറയുക. അപ്പോൾ നമ്മളെ ചാപ്റ്റർ ഏകദേശം എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഏജൻസിയാണ്. ഈ നാച്ചുറൽ കാര്യങ്ങളെയും അതേപോലെ നേച്ചറിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻസിനെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതിലാണ് ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്, മോർജസ് സ്വിറ്റ്സർലാൻഡിലാണ്. ഈ ഒരു സ്പീഷീസ് സർവൈവൽ കമ്മീഷനൊക്കെ ഈ ഒരു IUCNൻ്റെ എന്താ പറയുക വിങ്ങാണ്. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റയും ത്രെട്ടൻഡ് സ്പീഷീസും റെഡ് ഡാറ്റ ബുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി സഹായിക്കുന്നത്. നമ്മൾ റെഡ് ഡാറ്റ ബുക്കിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, IUCN എന്ന് പറയുന്നത് ഭയങ്കര പഴയതായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യാൻ വേണ്ടി. ഇത് നമ്മൾ 1948 ഫ്രാൻസിലാണ് ഇതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ആ ഒരു സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻ്റർനാഷണൽ മീൻസ് അതിൻ്റെ അപ്പോഴത്തെ പേര് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ IUPN എന്നായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ മീറ്റിംഗ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രാൻസിലായിരുന്നു 1956. അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് അല്ല കേട്ടോ, അതിൻ്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് 1956 അതിനുശേഷമാണ് ഈ പേര് അഡാപ്റ്റ് ചെയ്തത്, IUCN എന്നുള്ള പേര് അഡാപ്റ്റ് ചെയ്തത്. IUCN എന്നല്ല, അന്ന് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നേച്ചർ റിസോഴ്സസ് എന്നായിരുന്നു. അത് കഴിഞ്ഞ് 1990s ശേഷമാണ് ഇവർ IUCN എന്ന് അറിയാൻ തുടങ്ങിയത്. ഇപ്പം വീണ്ടും റീനെയിം ചെയ്തിട്ട് വേൾഡ് കൺസർവേഷൻ യൂണിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങളിപ്പം IUCN എന്താണ്, അതിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാം. ഇനി IUCN ഇസ് ആൻ അംബർല, 6 വോളണ്ടിയർ കമ്മീഷൻസ് കൂടി ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക അംബർലയാണ് ഈ IUCN എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയേക്കാം. കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഒക്കെ കമ്മീഷനാണ് കേട്ടോ അധികം. പിന്നെ കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ്, ഇങ്ങനെ 6 കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ IUCN എന്നുള്ളതാണ് പറയുന്നത്. ഒരു കൊട പോലെയാണ് ഈ IUCN. ഈ 6 കമ്മീഷൻസ് അതിൻ്റെ അടിയിലാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തേത് കമ്മീഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റൽ ലോ, കമ്മീഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ പോളിസി, കമ്മീഷൻ ഓഫ് എക്കോസിസ്റ്റം മാനേജ്മെൻറ്റ്, വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, സ്പീഷ്യസ് സർവൈവൽ കമ്മീഷൻ. ഈ 6 കമ്മീഷൻസ് പഠിച്ചേ പറ്റുള്ളൂ. 6 കമ്മീഷൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബേസിൽ പഠിക്കാം. അപ്പം ഈ ഒരു IUCN എന്തിനു വേണ്ടി സഹായിച്ചു, എന്താ പറയുക, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതേപോലെ മീൻസ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇതിന് വേണ്ടിയിട്ട് കൺസർവേഷന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ പിന്നെ വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജി WCS എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ 3 IUCN, WWF, UNEP ഈ 3 കൂടി ചേർന്നിട്ടാണ്. ഒരുപാട് കൺട്രീസ് ഈ ഒരു എന്താ പറയുക സ്ട്രാറ്റജീസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ IUCNൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ എന്നാണ്. എന്താണ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ഇനി അപ്പം അത്രയും കഴിഞ്ഞു. ലാസ്റ്റ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു. WWFനെ നമ്മൾ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റീഓൺഡ് കൺസർവേഷൻ ഓർഗനൈസേഷൻ. അപ്പം ഈ ഒരു നേച്ചറിൻ്റെ കേസിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് അതാണ്. അത് കണ്ടുപിടിച്ചത് 1961 സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് എന്നുള്ള സ്പേസിലാണ്. ഇപ്പം അതിന് ഏകദേശം 5 മില്യൺ മെമ്പേഴ്സും അതേപോലെ തന്നെ അതൊരു ലോകമൊട്ടാകെയുള്ള ഒരു നെറ്റ്വർക്കുമായും മാറിയിട്ടുണ്ട്. ഏകദേശം അതിൽ 90 കൺട്രീസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ആദ്യം അതൊരു എന്താ പറയുക, WWF എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫൗണ്ടേഷനാണ്. പല ബോർഡ് ഓഫ് ട്രസ്റ്റീസ് പലതരത്തിലുള്ള ഇതായിട്ട് നടത്തുന്നതാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഡ്യൂക്ക് ഓഫ് എഡിൻബ്രോ എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. അതിൻ്റെ പ്രസൻറ്റ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് എമോക്ക അനിയോക്ക. ആ പേരുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പം വരുന്നത് എവിടെ തന്നെയാണ്, ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡിലാണ്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഇതൊക്കെയാണ് നോക്കി വെക്കേണ്ടത്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ, ഇതൊക്കെ 2 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുക. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നും അത് എവിടെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് മാത്രം ആലോചിക്കുക. അല്ലാണ്ട് പേര് വേണമെങ്കിൽ ആലോചിച്ച് വയ്ക്കാം. അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊന്നും അത്രത്തോളം ആലോചിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വേറെ പല ഓർഗനൈസേഷൻ ഉണ്ടല്ലോ ഇങ്ങനെ നാച്ചുറൽ കൺസർവേഷന് വേണ്ടി നിൽക്കുന്ന മറ്റ് ഓർഗനൈസേഷൻസിന് ഫിനാൻഷ്യൽ സപ്പോർട്ടും അതേപോലെ തന്നെ അസിസ്റ്റൻസും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇവരെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേച്ചറിനെ കൺസേർവ് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസിനും എന്താ പറയുക, ഇവർ പ്രൊട്ടക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ലോഗോ അല്ലെങ്കിൽ ഒഫീഷ്യൽ സിംബൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഗൈൻഡ് പാൻഡയാണ്. ഓക്കെ, ഗൈൻഡ് പാൻഡയാണ്. അപ്പം വേൾഡ് കൺസർവേഷൻ യൂണിയനും അതേപോലെ തന്നെ WWFും കൂടി ഒരു ഗ്ലോബൽ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമ്മൾ പ്ലാൻ കൺസർവേഷൻ ക്യാമ്പയിൻ എന്നാണ് പറയുന്നത്. ആരൊക്കെയാണ്, വേൾഡ് കൺസർവേഷൻ യൂണിയനും WWFും കൂടി ഒരു പ്രോജക്റ്റ്, അതിന് പ്ലാൻ കൺസർവേഷൻ ക്യാമ്പയിൻ ആണ് പറയുന്നത്. അതിന് പ്ലാൻ സ്പീഷീസിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ ലെങ്ത് അനുസരിച്ച് 2 അല്ലെങ്കിൽ 1 വീഡിയോ ആയിട്ടോ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇതിൽ ഒന്നും വെച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ ടെക്സ്റ്റ് വെച്ച് വായിച്ചു നോക്കുക. സംഭവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വായിച്ചാൽ എളുപ്പമാണ്, പക്ഷേ വായിക്കാൻ കുറച്ചിങ്ങനെ മടി ഉണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു ടോപ്പിക്കൊക്കെയാണിത്. ഓരോരുത്തർ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നന്നായിട്ട് അതിൽ പോയിൻറ്റ്സ് എല്ലാം നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഡെഫിനിഷൻസ് മനസ്സിലാക്കി വയ്ക്കുക. ഇതിന്ന് അധികം 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ചില കാര്യങ്ങൾ 5 മാർക്കായിട്ടും ചോദിക്കുക. അപ്പോൾ കൺസർവേഷൻ ആ ഒരു ഫസ്റ്റ് നമ്മൾ പറയുന്നില്ലേ, അതൊക്കെ വേണമെങ്കിൽ 5 മാർക്സ് ആയിട്ട് ചോദിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ വലിയ ഹെഡിങ്സ് വെച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്ക് വെച്ച് നന്നായിട്ട് പഠിക്കുക. ഈ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ ഞാൻ PDF ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ ഏതെങ്കിലും ഭാഗം വേണമെന്നെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത്രയാണുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.